ആ, ആദ്യമായിട്ട് താങ്കൾ ആദ്യം ചോദിച്ച ക്വസ്റ്റ്യന്റെ ആൻസർ ഞാൻ പറയാം. പാകിസ്ഥാൻ പാഠം പഠിക്കുമോ? ഒരിക്കലും പഠിക്കില്ല. പാകിസ്ഥാനെ പാഠം പഠിപ്പിച്ചുകൊണ്ടേയിരിക്കണം. ഇത്തവണ നമ്മൾ പഠിപ്പിച്ചത് അതൊരു നല്ല തുടക്കമാണ്. അത്രേ ഞാൻ പറയുള്ളൂ. പാകിസ്ഥാനെ പിന്നെയും പിന്നെയും പാഠം പഠിപ്പിക്കും. രാജ്യത്ത് എങ്ങും ജാഗ്രതയാണെന്ന് പറഞ്ഞാൽ ഇന്നലെ ഒരു സഡൻ എസ്കലേഷൻ ഉണ്ടായി അവിടെ. 15 സ്ഥലങ്ങളിൽ അവര് ഒരേ സമയം പല സ്ഥലങ്ങളിൽ മിസൈലും ഡ്രോൺ അറ്റാക്കും നടത്താനുള്ള ശ്രമം നടത്തി. അതിനെ വിഫലമാക്കി. നമ്മുടെ അഡ്വാൻസ്ഡ് അൺമാൻഡ് ഏരിയൽ സർവേലൻസ് സിസ്റ്റം ഗ്രിഡ് വഴി അതിനെ നമ്മൾ വിഫലമാക്കി, അതിനെ ഫെയില്യൂർ ആക്കി. പക്ഷേ ഇനി വരും ദിവസങ്ങളിൽ അവരിനിയും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇതിപ്പോ ഒരു തുടക്കമാണ്. ഇതിന്റെ എസ്കലേറ്ററി ലാഡറില് ഇവര് പാകിസ്ഥാൻ ആദ്യം ചെയ്തത്, നമ്മുടെ പെഹൽഗാം കഴിഞ്ഞിട്ട് ഉടനെ അവർക്ക് അറിയാം റിട്ടാലിയേഷൻ വരും അവർക്ക് മനസ്സിലായി പ്രധാനമന്ത്രിയുടെ സ്പീച്ച് കേട്ടപ്പോൾ. അപ്പൊ തൊട്ട് അവര് സീസ് ഫയർ വയലേഷൻ വളരെ ശക്തമായിട്ട് തുടങ്ങി. സീസ് ഫയർ വയലേഷൻ പണ്ടും നടന്നിട്ടുണ്ട്. പക്ഷെ ഇത്തവണ നമ്മുടെ സൈഡിൽ നിന്നല്ല തുടങ്ങിയത്, അവരാണ് തുടങ്ങിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വളരെ ശക്തമായിട്ട് തുടങ്ങി. അതിന്റെ കൂടെ അവര് ഇനിഷ്യൽ സ്റ്റേജസിൽ സൈബർ അറ്റാക്കും ഒരു ഇലക്ട്രോണിക് വാർഫെയർ ചെയ്യാനായിട്ടുള്ള ശ്രമവും നടത്തി. അത് കഴിഞ്ഞ് നമ്മുടെ ഇന്നലത്തെ ഇപ്പൊ 48 മണിക്കൂർ ആയില്ല, നമ്മളത് ആലോചിക്കണം. ഇനിയും 48 മണിക്കൂർ ആയില്ല നമ്മുടെ സ്ട്രൈക്ക് കഴിഞ്ഞിട്ട്. അതിനകം തന്നെ അവര് ഇമ്മീഡിയറ്റ് ആയിട്ട് എസ്കലേറ്റ് ചെയ്ത് അവര് നമ്മുടെ മിലിറ്ററി ടാർഗറ്റ്സിനാണ് അടിക്കാൻ നോക്കി. ഞാൻ ചണ്ഡീഗഡിൽ ആരടുത്ത് ചോദിച്ചപ്പോഴവർ പറഞ്ഞു, ഇന്നലെ മുഴുവനും അവിടെ അവരുടെയൊക്കെ വീടുകളുടെ മുകളിൽ കൂടെ നമ്മുടെ എയർക്രാഫ്റ്റ്സ് ഫ്ലൈ ചെയ്യായിരുന്നു. കിട്ടിയതിനെയൊക്കെ ഫയർ ചെയ്തതിനൊക്കെ നമ്മൾ അടിച്ച് താഴെ ഇട്ടു.